Hello guys and welcome back to Best Car Picks. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഏറ്റവും കൂടുതൽ വണ്ടികൾ വിറ്റ ടോപ്പ് 14 കാർ കമ്പനീസിനെ പറ്റിയാണ്. വർഷാവസാനം ആയതുകൊണ്ട് എങ്ങനെയൊക്കെയാണ് കമ്പനികളുടെ ഒരു അവസ്ഥ നമുക്ക് നോക്കാം. എന്തായാലും 14th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി ഒരു വ്യത്യാസമില്ല, ജീപ്പ് തന്നെയാണ്. പിന്നെ ഇവരുടെ സെയിൽ എന്തായാലും കമ്പാരിറ്റീവ്ലി കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഡിസംബർ 2024 286 വാഹനങ്ങളുടെ സെയിൽ മാത്രമേ ഇവർക്ക് ലഭിച്ചിട്ടുള്ളൂ. നമ്മളിന്നത് മന്ത് ഓൺ മന്ത് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 2024 നവംബറിൽ 361 വാഹനങ്ങളുടെ സെയിൽസ് ആയിരുന്നു ഇവർക്ക് ലഭിച്ചിരുന്നത്. അതായത് 75 വണ്ടികളുടെ വ്യത്യാസവും 20.78% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. അത് അത്യാവശ്യം ഹെവി ഡീഗ്രോത്ത് റേറ്റ് ആണ്. നമ്മളിപ്പോൾ ഈ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു കമ്പനിയും കൂടിയാണ് ജീപ്പ്. അതിപ്പം ലോ വോളിയം സെയിൽസ് ആയതുകൊണ്ടാണ് പെർസെൻറ്റേജ് കണക്കിൽ ഇത്രയും മുന്നോട്ട് പോയത്. പക്ഷേ സെയിൽസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ പോലും വളരെ മോശമാണ്. ഇനി അടുത്ത 13th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി സ്റ്റെല്ലാൻഡിസ് ഗ്രൂപ്പിന് അണ്ടറിൽ തന്നെ വരുന്ന നമ്മുടെ സിട്രോൻ ആണ്. ഈ രണ്ട് കമ്പനികളും താഴത്ത് 13-14 പൊസിഷൻസ് എപ്പോഴും സ്ഥിരമായിട്ട് വരുന്നതാണ്. അത് വളരെ മോശം കാര്യമാണ്. അവർക്ക് ശരിക്കും കുറച്ചുകൂടെയൊക്കെ സെയിൽ കിട്ടേണ്ടതായിരുന്നു, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. സിട്രോയിന് കഴിഞ്ഞ മാസം 566 വാഹനങ്ങളുടെ സെയിൽ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. നവംബർ 2024 509 വാഹനങ്ങളുടെ സെയിൽ കിട്ടിയതായിരുന്നു. അതായത് 57 വണ്ടികളുടെ വ്യത്യാസം 11.2% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഗ്രോത്ത് പെർസെൻറ്റേജ് ആസച്ച് എടുക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ ഈ ലിസ്റ്റിൽ മന്ത് ഓൺ മന്തിൽ മിക്ക കമ്പനികൾക്ക് അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉണ്ട്. ഉള്ള കമ്പനികൾക്ക്, കൂടുതൽ കമ്പനികൾക്ക് ഡീഗ്രോത്ത് ആണ്. പക്ഷെ എന്നാൽ പോലും ഇതിപ്പോൾ രണ്ടാമതായി ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന കമ്പനിയാണ്. പിന്നെ ഇത്രയും ഗ്രോത്ത് റേറ്റ് വന്നത് ലോ വോളിയം സെയിൽസ് ആയതുകൊണ്ടും കൂടിയാണ്. ഇനി അടുത്ത 12th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി നിസാൻ ആണ്. നിസാൻ ഇപ്പോൾ ആകപ്പാട് ഇന്ത്യയിൽ മാഗ്നേറ്റ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് വെച്ചാണ് അവരിപ്പോൾ പിടിച്ചു നിൽക്കുന്നത്. എന്തായാലും കഴിഞ്ഞ മാസം 2118 വാഹനങ്ങളുടെ സെയിലാണ് ഇവർക്ക് ലഭിച്ചത്. നവംബർ 2024 2342 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. അതായത് 224 വാഹനങ്ങളുടെ വ്യത്യാസം 9.56% ഡീഗ്രോത്ത് റേറ്റ് നിസാനും വന്നിട്ടുണ്ട്. അത്യാവശ്യം മോശം ഡീഗ്രോത്ത് റേറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ മന്ത് ഓൺ മന്ത് എടുക്കുകയാണെങ്കിൽ ഇവർ ഒറ്റൊരു വണ്ടിയിലാണ് പിടിച്ചു നിൽക്കുന്നത് എന്ന് വെച്ച് നോക്കുമ്പോഴാണ് കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ അടുത്ത വർഷം പുതിയ വണ്ടികളെല്ലാം വന്നാൽ എന്തെങ്കിലുമൊക്കെ രക്ഷയുള്ളൂ. ഇതുപോലൊക്കെ നിൽക്കാനാണെങ്കിൽ നല്ല മോശം അവസ്ഥയായിരിക്കും. അതുപോലെ 11th പൊസിഷനിൽ നിൽക്കുന്ന റെനോയുടെ അവസ്ഥയും സെയിം തന്നെയാണ്. കഴിഞ്ഞ മാസം 2881 വാഹനങ്ങളുടെ സെയിലാണ് ഇവർക്ക് ലഭിച്ചത്. നവംബർ 2024 2811 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. 70 വണ്ടികളുടെ വ്യത്യാസവും 2.49% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. സംഭവം ഗ്രോത്ത് റേറ്റ് ആണെങ്കിലും ഈ ലിസ്റ്റിൽ ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന കമ്പനി റെനോ ആണ്. എന്തായാലും നവംബർ ടു ഡിസംബർ നമ്മൾ ആ ഒരു മന്ത് ഓൺ മന്ത് ഗ്യാപ്പ് നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെയിലാണ് ഇവർക്ക് വന്നിരിക്കുന്നതെന്ന് പറയും. ഒരുപാട് വണ്ടികളുടെ സെയിൽ അങ്ങോട്ട് താഴത്തോട്ട് പോയിട്ടില്ല. അതൊരു പ്ലസ് പോയിന്റ് ആണ്. ഇനിയിപ്പോൾ അടുത്ത വർഷം ഡസ്റ്റർ ഇറങ്ങിയാൽ ഇവരുടെയും സെയിൽ ചാർട്ട് എന്തെങ്കിലുമൊക്കെ നല്ല വ്യത്യാസം വരുമെന്ന് പറയാൻ പറ്റും. ഇപ്പോഴത്തെ അവസ്ഥയിൽ വളരെ മോശം തന്നെയാണ്. ഇനി അടുത്ത 10th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം കമ്പനി നമ്മുടെ സ്കോഡയാണ്. സ്കോഡയ്ക്ക് കഴിഞ്ഞ മാസം ടോട്ടൽ 4554 വാഹനങ്ങളുടെ സെയിലാണ് ലഭിച്ചത്. അത്യാവശ്യം നല്ല രീതിയിൽ സെയിൽ കയറിയിട്ടുണ്ട്. നവംബർ മാസത്തിൽ 2886 വാഹനങ്ങളുടെ സെയിൽ മാത്രമേ ലഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് 1668 വാഹനങ്ങളുടെ വ്യത്യാസം 57.8% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന കമ്പനിയും കൂടിയാണ് സ്കോഡ. അതെന്തായാലും വളരെ നല്ലൊരു കാര്യമാണ്. മിക്കവാറും ഇവർ ഇയർ എൻഡിൽ കൊടുക്കുന്ന കൂടുതൽ ഡിസ്കൗണ്ട്സ് ഒക്കെ കൊണ്ടായിരിക്കാം. പക്ഷേ നന്നായിട്ട് സെയിൽ കൂടിയിട്ടുണ്ട് സ്കോഡ ആയാലും. ഈവൻ ഫോക്സ് വാഗൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ പോലും ഇത് തന്നെയാണ്, അവരുടെയും സെയിൽ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 9th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി ഫോക്സ് വാഗൻ ആണ്. ഇവർക്ക് കഴിഞ്ഞ മാസം 4787 വാഹനങ്ങളുടെ സെയിലാണ് ലഭിച്ചിരിക്കുന്നത്. നവംബർ മാസത്തിൽ 3033 വാഹനങ്ങളുടെ സെയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് 1754 വാഹനങ്ങളുടെ വ്യത്യാസം മന്ത് ഓൺ മന്ത് പെർസെൻറ്റേജിലും അതുപോലെ 57.83% ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ മന്ത് ഓൺ മന്ത് പെർസെൻറ്റേജിൽ ഗ്രോത്ത് റേറ്റ് വന്നിരിക്കുന്ന കമ്പനിയും കൂടിയാണ് നമ്മുടെ ഫോക്സ് വാഗൻ. അങ്ങനെ ഇത് രണ്ടും കൂടെ ഫോക്സ് വാഗൻ സ്കോഡയും കൂടെ പ്ലസ് ചെയ്യുകയാണെങ്കിൽ 9300 അടുത്ത് ടോട്ടൽ സെയിൽ വന്നിട്ടുണ്ട്. ഇവരുടെ വണ്ടികളെല്ലാം ഒരൊറ്റ സിംഗിൾ പ്ലാന്റിലാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ കമ്പനി ആണെങ്കിലും SAVWIPL എന്ന് പറഞ്ഞ സ്കോഡ ഓട്ടോ ഫോക്സ് വാഗൻ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു ജോയിൻറ്റ് കമ്പനിയാണ്. അതുകൊണ്ട് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ നല്ല സെയിൽ തന്നെ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി 8th പൊസിഷനിൽ നിൽക്കുന്ന ഇന്ത്യയിൽ ചെറുതായിട്ട് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്, അതാണ് നമ്മുടെ ഹോണ്ട. കഴിഞ്ഞ മാസം 6825 വാഹനങ്ങൾ സെയിലാണ് ഇവർക്ക് ലഭിച്ചത്. ഈവൻ ദോ മുങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നവംബർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. കാരണം നവംബർ മാസത്തിൽ ജസ്റ്റ് 5005 വാഹനങ്ങളുടെ സെയിൽ മാത്രമേ ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. 1820 വാഹനങ്ങളുടെ വ്യത്യാസം 36.36% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന കമ്പനിയും കൂടിയാണ് ഹോണ്ട. അതിൻ്റെ ഒരു മേജർ റീസൺ പുതിയ അമേസിൻ്റെ തേർഡ് ജനറേഷൻ മോഡൽ ഇറക്കിയതാണ്. അതുവരെ എലിവേറ്റ് ഒക്കെ ഇപ്പോൾ പതുക്കെ താന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സിറ്റി പിന്നെ 1000 താഴെയാണ് ഇപ്പോൾ മിക്ക മാസം ഉള്ളത്. ആകെപ്പാട് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയ വേണ്ടി അമേസേ ഉള്ളൂ. അതാണിപ്പം അവരെ സസ്റ്റെയിൻ ചെയ്യിപ്പിക്കുന്നത്.
ഇനി അടുത്ത 7th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി എം ജി ആണ്. അതെ, ഹോണ്ടയുടെ സെയിൽസിനെ എം ജി തീർച്ചയായും ഓവർടേക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ വേറൊരു കാര്യം കൂടെ നമ്മൾ ആലോചിക്കണം. ഹോണ്ട എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയിൽ വന്നിട്ട് ഇപ്പോൾ 25 വർഷമായി. എം ജി 2019 വന്നാണ്, 5 വർഷം കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷെ എന്നാലും എം ജിയുടെ സെയിൽ ഹോണ്ടയേക്കാൾ ഇപ്പോൾ കൂടുതലാണ്. കഴിഞ്ഞ മാസം 7516 വാഹനങ്ങളുടെ സെയിലാണ് എം ജിക്ക് ലഭിച്ചത്. അവർ ഇതുവരെ ഇന്ത്യയിൽ വിറ്റിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഹയസ്റ്റ് സെയിലാണ് കഴിഞ്ഞ മാസം വന്നിരിക്കുന്നത്. അതിൻ്റെ മേജർ കോൺട്രിബ്യൂഷനും വിൻസർ ഇ വി ആണ്. 3800 വണ്ടികൾ വിൻസർ ഇ വി മാത്രമായിട്ട് അവർ വിറ്റിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ, അതായത് നവംബർ മാസത്തിൽ 6019 വാഹനങ്ങളുടെ സെയിലും ഡിഫറൻസ് 1497 വാഹനങ്ങളുടെയും ഗ്രോത്ത് പെർസെൻറ്റേജ് 24.87% ആണ്. നല്ല ഗ്രോത്ത് പെർസെൻറ്റേജ് ആണ്. നമ്മൾ ഈ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ 4ാമതായി ഏറ്റവും ഹയസ്റ്റ് ഗ്രോത്ത് പെർസെൻറ്റേജ് ഈ കമ്പനിക്കാണ്. ഇനി അടുത്ത 6th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി കിയ ആണ്. കിയ തീർച്ചയായും എന്നെ വല്ലാതെ ഞെട്ടിച്ചു. കാരണം കഴിഞ്ഞ മാസം ജസ്റ്റ് 8957 വാഹനങ്ങളുടെ സെയിൽ മാത്രമേ ഇവർക്ക് വന്നിട്ടുള്ളൂ. നവംബർ മാസത്തിൽ 20,600 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. അതിന് മുന്നേ ഒക്ടോബറിലൊക്കെ അവർക്ക് 20,000 മുകളിൽ സെയിൽ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാൽ പോലും 20,000 വരെ താഴെ എന്ന് പറഞ്ഞാൽ അത് വളരെ ഓക്കെയാണ്. പക്ഷേ 10,000 താഴെ സെയിൽ വരെ, അല്ലെങ്കിൽ 9,000 താഴെ സെയിൽ വരെ എന്നൊക്കെ പറഞ്ഞാൽ സംഭവം ശരിയാണ്, ഇയറിൻ്റെ ആണ്. പക്ഷെ എന്നാൽ പോലും ഇത്രയൊക്കെ ഒരു പ്രൊഡക്ഷൻ കുറയ്ക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും കുഴപ്പമില്ല, ഇതാണ് ഇപ്പോഴത്തെ കിയയുടെ ഒരു സാഹചര്യം. എന്തായാലും അടുത്ത വർഷം ആകുമ്പോഴേക്കും കൂടെ അവർ സിറോസ് എന്ന് പറഞ്ഞ പുതിയ SUV ഒക്കെ ഇറക്കുന്നുണ്ട്. അതിൻ്റെ സെയിൽ ആഡ് ആകുമല്ലോ. ഇനി 5th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി ടൊയോട്ടയാണ്. ടൊയോട്ടയ്ക്ക് അങ്ങനെ വലിയ കാര്യമായിട്ട് സെയിൽ കുറഞ്ഞിട്ടൊന്നുമില്ല. കാരണം കഴിഞ്ഞ മാസം 24,887 വാഹനങ്ങൾ സെയിൽ ലഭിച്ചിട്ടുണ്ട്. നവംബർ 2024 25,183 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയത്. ജസ്റ്റ് 296 വാഹനങ്ങളുടെ വ്യത്യാസമുള്ളൂ. 1.18% ഡീഗ്രോത്ത് റേറ്റ് ആണ് വന്നിരിക്കുന്നത്. ഈവൻ ദോ ഡീഗ്രോത്ത് ആണെങ്കിൽ പോലും ഈ ലിസ്റ്റിൽ വന്നിരിക്കുന്നതിൽ ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ളൊരു കമ്പനി കൂടിയാണ് നമ്മുടെ ടൊയോട്ട. അതുകൊണ്ട് അക്കാര്യത്തിൽ വലിയ കുഴപ്പമില്ല. ഇനി അടുത്ത 4th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി മഹീന്ദ്ര ആണ്. അതെ, മഹീന്ദ്ര വീണ്ടും 4th തന്നെ തിരിച്ചു വന്നു. സെയിൽ കുറഞ്ഞു, പക്ഷേ ഒരുപാട് കുറഞ്ഞിട്ടൊന്നുമില്ല. കഴിഞ്ഞ മാസം 41,424 വാഹനങ്ങൾ സെയിൽ കിട്ടിയിട്ടുണ്ട്. നവംബറിൽ പക്ഷേ ഇവർക്ക് 46,222 വാഹനങ്ങൾ സെയിൽ ലഭിച്ചായിരുന്നു. 4,798 വാഹനങ്ങളുടെ സെയിൽസും, അതായത് വ്യത്യാസവും 10.38% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും വലിയ കുഴപ്പമില്ല. കാരണം അടുത്ത വർഷം 25 സെയിൽ വരുമ്പോഴേക്കും മഹീന്ദ്ര പിന്നെയും പിടിച്ച് കയറും. ഇനി അടുത്ത 3rd പൊസിഷനിൽ നിങ്ങൾ ടാറ്റയാണ് എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. കാരണം ഹ്യുണ്ടായി ആണ്. ഇവർക്ക് കഴിഞ്ഞ മാസം 42,208 വാഹനങ്ങൾ സെയിലാണ് ലഭിച്ചത്. പക്ഷേ നവംബറിൽ 48,246 വാഹനങ്ങൾ സെയിലിന് ലഭിച്ചായിരുന്നു. അതായത് 6,038 വാഹനങ്ങളുടെ വ്യത്യാസം, 12.52% ഡീഗ്രോത്ത് റേറ്റും ഒക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ കഴിഞ്ഞ മാസം ടാറ്റ ഇവർ ഓവർടേക്ക് ചെയ്ത് ചെറുതായിട്ടൊന്ന് മുന്നിൽ കയറി. ആക്ച്വലി ടാറ്റയും ഹ്യുണ്ടായി മഹീന്ദ്രയും കഴിഞ്ഞ മാസം വലിയ സെയിലിൽ വ്യത്യാസമൊന്നുമില്ല. 2,000-3,000 ഒക്കെ മാക്സിമം ഡിഫറൻസ് വരുന്നുള്ളൂ. ആ ഒരു ഡിഫറൻസിലാണ് ഈ ടോപ്പ് 4 പൊസിഷൻസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത 2nd പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി നിങ്ങൾക്ക് മനസ്സിലായി കാണും, ടാറ്റ മോട്ടോഴ്സ് തന്നെയാണ്. അവർക്ക് കഴിഞ്ഞ മാസം 44,221 വാഹനങ്ങൾ സെയിലാണ് ലഭിച്ചത്. പക്ഷേ നവംബറിൽ 47,063 വാഹനങ്ങൾ സെയിലിന് ലഭിച്ചായിരുന്നു. 2,842 വാഹനങ്ങളുടെ വ്യത്യാസം, 6.04% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ടാറ്റ പിന്നെ ഇയർ എൻഡ് ആണെങ്കിലും ഒരുപാട് സെയിൽ ഡ്രോപ്പ് ആയിട്ടില്ല എന്ന് പറയും. 44,000 എന്നൊക്കെ പറയുമ്പം സ്റ്റിൽ വലിയ കുഴപ്പമില്ലാത്ത സെയിലാണ്. ഇവർക്ക് ഇതിന് മുന്നേ 50,000 റേഞ്ചിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ടാറ്റയുടെ സെയിൽ ഇങ്ങനെ പതുക്കെ ഒന്ന് ചെറുതായിട്ട് കുറഞ്ഞു വരുന്ന ഒരു ടെൻഡൻസിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാർക്കറ്റിൽ. ഇനി നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി മാരുതി സുസുക്കി തന്നെയാണ്. ഇവർക്ക് കഴിഞ്ഞ മാസം 1,30,115 വാഹനങ്ങൾ സെയിലാണ് ലഭിച്ചത്. നവംബർ മാസത്തിൽ 1,41,312 വാഹനങ്ങൾ സെയിലും കിട്ടിയായിരുന്നു. അതായത് 11,197 വാഹനങ്ങളുടെ വ്യത്യാസം, 7.92% ഡീഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. വലിയ കുഴപ്പമൊന്നുമില്ല. 1,30 എന്ന് പറയുമ്പോൾ സ്റ്റിൽ അത്യാവശ്യം നല്ല സെയിലാണ്. പക്ഷേ ഇവർക്ക് വന്നിരിക്കുന്ന വ്യത്യാസമാണ് ഇവരുടെ ചില കമ്പനികളുടെ സെയിലും അതുപോലെ ചില കമ്പനികളെല്ലാം കൂടെ കൂട്ടിവെച്ചാലുള്ള സെയിലാണ് ഇവർക്ക് ജസ്റ്റ് മന്ത് ഓൺ മന്തിൽ വന്നിരിക്കുന്ന ഡിഫറൻസ്. ഗൈസ്, അപ്പോൾ ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വണ്ടികൾ വിറ്റ കമ്പനികളുടെ വീഡിയോ. പിന്നെ നിങ്ങളുടെ വണ്ടിക്ക് എന്തെങ്കിലും ആക്സസറീസ് അല്ലെങ്കിൽ ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ചാനൽ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനൊക്കെ തീർച്ചയായും ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.